ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചത് നമ്മുടെ പൂച്ചകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഷോർട്ട് വീഡിയോ ആണെങ്കിൽ കുറേ പേര് കാണും, കാരണം ഷോർട്സിലാണ് ഞാൻ പൂച്ചയെക്കുറിച്ച് ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ 3 പൂച്ച മരിച്ചു. അതിൽ 3 പേരിപ്പോൾ പോയി. നിങ്ങൾ വീഡിയോയിലെല്ലാം കണ്ടിട്ടുണ്ട്. ജിഞ്ചർ, നമ്മുടെ 1.5 വയസ്സ് ആയിട്ടുള്ള ജിഞ്ചറാണ്. പിന്നെ ഒരാൾ കാലി എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു പൂച്ച, വാല് വളർന്നിട്ടുള്ള ചെറിയ പൂച്ചയാണ്. പിന്നെ വെള്ളച്ചെന്ന് വന്നിട്ട് ഒരു 5 മാസമൊക്കെ ആയി കാണും, അത്രയും. ഇവർ 3 പേരും മരിച്ചത്. അപ്പം ഇങ്ങനെയാണത് അവർ മരിച്ചതിന് സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ പൂച്ച ഇവിടെ പുറത്തുനിന്ന് വരുന്നൊരു കണ്ടനുണ്ട് വേറെ. ആ കണ്ടൻ എപ്പോഴും ഇവർ വന്ന് ഇവിടെ ഉള്ള ആൺപൂച്ചയൊക്കെ ഭയങ്കരമായിട്ട് ആക്രമിച്ച് മാക്സിമം ഞാൻ അവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. എന്നാലും കണ്ടനെ ഓടിക്കും. ഞങ്ങൾ കണ്ടനെ കല്ലെടുത്തൊക്കെ എറിഞ്ഞ് അതിനെ ഓടിക്കാൻ നോക്കും, പക്ഷേ എന്നാലും വരും. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇതിന് മുമ്പും ഒരു പൂച്ച, വെള്ളച്ചൻ പൂച്ച, ഇതേ കണ്ടൻ ഓടിച്ചു ആ പൂച്ച പോയി. അപ്പം അതുപോലെ ഇടയ്ക്ക് പോകുന്നു എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, പൂച്ച തിരിച്ച് കുറച്ച് വീക്കായി മാറിപ്പോയി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനും അമ്മയൊക്കെ വിചാരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് പിന്നെയും ഓക്കെ ആയി. അത് വീണ്ടും പ്രശ്നമായി. അത് മാറിക്കിടക്കുന്നുണ്ട് എപ്പോഴും. നമ്മുടെ സറൗണ്ടിങ്സ് പുറത്താണ് അവരെല്ലാവരും. അകത്ത് അവർക്ക് കിടക്കാനോ ഒന്നും താല്പര്യമില്ല. കയറും, എന്നാലും പുറത്ത് തന്നെ പോകും. കുറേ പൂച്ചകളുള്ളതുകൊണ്ട്. അപ്പം അവർ അങ്ങനെ ജിഞ്ചർ ഭയങ്കര ഡൗണായിട്ട് ഒരു വൈകുന്നേരമോ രാത്രിയോ വന്ന് ഇങ്ങനെ വെള്ളത്തിന് മുമ്പിൽ വെള്ളം പോലും കുടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ അത് ഒരു സ്റ്റേറ്റായി. അത് കഴിഞ്ഞ് അത് പോയി. പിന്നെ അത് തിരിച്ച് വന്നിട്ടില്ല. അപ്പം അതായിരുന്നു ആ പൂച്ച. അത് മരിച്ചിട്ടുണ്ട്. പക്ഷേ റിയൽ റീസൺ പിന്നീടാണ് മനസ്സിലായത്. സെക്കൻഡ് പൂച്ച ഒരു കൊച്ചു പൂച്ച, കാലി. അത് ഈ ജിഞ്ചർ പോയതിന് ശേഷം കാലി സെക്കൻഡ് ഡേ ഒരു സിംറ്റംസും കാണിക്കാതെ, അതുപോലെ വെള്ളത്തിന് മുമ്പ് ഇരിക്കുന്നു, പെട്ടെന്ന് അത് മരിച്ചുപോയി. അപ്പം പിന്നെ ചില പൂച്ചകൾക്ക് വയ്യെങ്കിൽ നമ്മൾ മരുന്ന്, സാധാരണ അവർക്ക് കൊടുക്കുന്ന മരുന്നും ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അപ്പം കാലി പെട്ടെന്ന് മരിച്ചു. തേർഡ് ഡേ പൂച്ചയാണ് കുറച്ച് വയ്യാതെ വന്ന്. അതിന് നമ്മൾ മരുന്ന് കൊടുത്തായിരുന്നു, പക്ഷേ ആ മരുന്നിലൊന്നും നിന്നില്ല. അതും സഡനായിട്ട് നെക്സ്റ്റ് ഡേ മരിച്ചു. നമുക്ക് വെള്ളം പോലും ഒന്നും അകത്തോട്ട് ചെല്ലുന്നില്ല. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു വിഷം വല്ലതും കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ ഓരോ കൃഷിയൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും മീൻ, എലിയെ ഓടിക്കാനൊക്കെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. മാത്രമല്ല, ഇവിടെയുള്ള ആളുകൾക്ക്, നെയ്ബേഴ്സിനാർക്കും പൂച്ചേനെ ഇഷ്ടമല്ല. കുറച്ച് പേർക്ക് ഒഴിച്ച് കുറേ പേർക്ക് പൂച്ചേനെ ഇഷ്ടമല്ല. നമ്മൾ വിചാരിച്ചു ഈ വിഷമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പോയ്സൺ, അല്ലെങ്കിൽ പാമ്പ് വല്ലതും കടിച്ചോ പെട്ടെന്ന്, അങ്ങനെ എന്തെങ്കിലും ആണോ, പാമ്പ് കടിച്ച് അപ്പം മരിക്കുമായിരിക്കും. പക്ഷേ ഒരു ഐഡിയയും കിട്ടിയില്ല. പിന്നീടാണ് എൻ്റെ കുഞ്ഞിക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് വന്നത്. അപ്പം കുഞ്ഞിക്ക് വന്നപ്പം തേർഡ് ഡേ ആയി. അപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അമ്മ പോയി. ഡോക്ടറോട് പറഞ്ഞു, അപ്പോൾ അവർക്ക് ഇൻഫെക്ഷനാണ്, വൈറസാണ്. അപ്പോൾ അങ്ങനെ ആൻറ്റിബയോട്ടിക്സ് തന്നു. അങ്ങനെ കുഞ്ഞിക്ക് സ്റ്റാർട്ട് ചെയ്തു ആൻറ്റിബയോട്ടിക്സ്. ഇപ്പോൾ 5th ഡേ ആയി. കുഞ്ഞിക്ക് 3rd ഡേ ആയപ്പോൾ തന്നെ ഓക്കെ ആയി. ആദ്യം ഇതുപോലെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഇഷ്യൂസായി. പിന്നെ പതുക്കെയാണ് ഫുഡ് കഴിച്ചു തുടങ്ങി. മീൻ മാത്രം, വെന്ത മീൻ കഴിക്കും, വേറെ ഒന്നും കഴിക്കില്ല. ഇപ്പം എല്ലാം കഴിക്കും. ഇപ്പം ഭയങ്കര വിശപ്പാണ്. അപ്പം അത് മാറി. കുഞ്ഞ് രക്ഷപ്പെട്ടു. ഇനി അറിയില്ല ഇനി വരുമെന്ന്. എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുത്തുമണി, ആൺപൂച്ചയ്ക്കാണ് ഇത് എഫക്റ്റ് ആയത് ആദ്യം. ഇനിയിപ്പം പിന്നെ വന്നതാണ് ഇപ്പം മുത്തുമണിക്ക് സ്റ്റാർട്ടിങ് വന്നു. പക്ഷെ മുത്തുമണി ഒരു ഡോസ് നമ്മൾ കൊടുത്തു, അപ്പം തന്നെ പുള്ളിക്കാരത്തി മാറി. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കാട്ടിലൊക്കെയാണ് കിടക്കുന്നത്, നമുക്ക് കാണാൻ പറ്റില്ല രാത്രിയിൽ. അപ്പോൾ രാത്രിയത്തെ ഡോസ് പോകും. പിറ്റേ ദിവസം മുതൽ മുത്തുമണി ഇവിടെ തന്നെ കിടന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫുൾ ഡോസ് കൊടുക്കാം. 2 നേരം 5 ദിവസം കൊടുക്കാൻ പറ്റും. 10 മണി ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ആയി വന്നു.
പിന്നെ ഇപ്പം എഫക്റ്റ് ചെയ്യാത്തത് ഫിസോ എന്ന് പറഞ്ഞ പൂച്ചയ്ക്കും അമ്മിണിക്ക് വന്നു എന്ന് ഡൗട്ടുണ്ട്. കാരണം അമ്മിണി കുറേ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അമ്മിണി പൂച്ച ഫുൾ വെള്ളം കുടിക്കും ധാരാളം. അപ്പോൾ എക്സ്ട്രാ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പം അമ്മിണിക്ക് വന്നിട്ടില്ല എന്നാണ് വിശ്വാസം. അപ്പം പിന്നെ ഒരു ചെറിയ പൂച്ച ബ്രൗണി, പിന്നെ കറുപ്പായി. അപ്പം ഇത്രയും പേരെ നമുക്കിപ്പം പൂച്ചകളായിട്ടുള്ളൂ. കുറേ പേര് നമ്മൾ ഫ്രീ അഡോപ്ഷന് വേണ്ടി കൊടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പൂച്ചകളുടെ സിറ്റുവേഷൻ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഞാൻ ഫ്രീ ആണ്, അപ്പം സംസാരിക്കാമെന്ന് വെച്ചു. അപ്പം ബാക്കിയുള്ള ഇപ്പം എല്ലാവരും സേഫാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം ജിഞ്ചറിനെ രക്ഷിക്കാൻ പറ്റിയില്ല, അതൊരു വലിയ സങ്കടം തന്നെയാണ്. കണ്ടൻറ്റേയും ഇത് കിട്ടി പോയി, കാരണം ബോഡി കിട്ടിയില്ല ജിഞ്ചറിൻ്റെ. മറ്റേ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, അവരുടെ ബോഡി നമ്മളിവിടെ കുഴിച്ചിട്ടു. പിന്നെ അത്രേ ഉള്ളൂ. ബൈ.